നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ ബാധിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ മലയാളികളുടെ മരണം ഉയരുകയാണ്. ഈ വിയോഗം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തുകയാണ്. സൗദിയിൽ മാത്രം 2 മലയാളികളുടെ മരണമാണ് രേഖപ്പെടുത്തിയത്. ദുബായിൽ 1 രേഖപ്പെടുത്തുകയുണ്ടായി. കോവിഡ് ബാധിച്ച് സൗദിയിൽ ഒരു മലയാളി കൂടി മരിക്കുകയുണ്ടായി. മലപ്പുറം തിരൂരങ്ങാടി ചെമ്മാട് സ്വദേശി നടമൽ പുതിയകത്ത് സഫ്വാനാണ് ശനിയാഴ്ച രാത്രിയോടെ മരിച്ചതെന്നാണ് റിപ്പോർട്ട്. റിയാദിൽ ടാക്സി ഡ്രൈവറായിരുന്നു ഇദ്ദേഹം. 10 ദിവസം മുമ്പ് പനി ബാധിച്ചതിനെ തുടർന്ന് റിയാദിലെ ആശുപത്രിയിൽ 5 ദിവസമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. സഫ്വാന് ഹൃദയ സംബന്ധമായ മറ്റ് രോഗങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ അറിയിക്കുകയുണ്ടായി. മരണശേഷമാണ് കോവിഡ് സ്ഥിരീകരിച്ച വിവരം നാട്ടിലെ ബന്ധുക്കൾ അറിഞ്ഞത് തന്നെ. സന്ദർശക വിസയിൽ മാർച്ച് 8-ന് റിയാദിലെത്തിയ ഭാര്യ കമറുന്നിസ ഒപ്പമുണ്ടായിരുന്നു. ഇവരും ഇപ്പോൾ നിരീക്ഷണത്തിലായിരിക്കുകയാണ്. പരേതനായ KMP മുഹമ്മദ് ഫാത്തിമ ദമ്പതികളുടെ മകനാണ് ഇദ്ദേഹം. സഹോദരങ്ങൾ അസീസ്, ഷംസുദ്ദീൻ, അബ്ദുൽ സലാം, ഉല്യാസ്, മുസ്തഫ, റിസ്വാൻ എന്നിവരാണ്. ഇവരിപ്പോൾ ദുബായിലാണ്. അതോടൊപ്പം തന്നെ ശനിയാഴ്ച രാത്രിയിലെ കണക്ക് പ്രകാരം സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 29 പേർ മരിക്കുകയുണ്ടായി. രോഗമുക്തരുടെ എണ്ണം 420 ഉയർന്നു. 140 പേർക്ക് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 2179 ഉയർന്നു. മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇത് ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. കൊറോണ ബാധിച്ച് ഇന്നലെ ഒരു മലയാളി കൂടി സൗദിയിൽ മരിച്ചിരുന്നു. കണ്ണൂർ പാനൂർ സ്വദേശി ഷബ്നാസ് ആണ് മരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ 28 വയസ്സുണ്ട് ഷബ്നാസിന്. ഇതിലായിരുന്നു ഷബ്നാസിന്റെ വിവാഹം നടന്നിരുന്നത്. ഒപ്പം കല്യാണത്തിനായി ലീവെടുത്ത് നാട്ടിലെത്തിയ ഇദ്ദേഹം മാർച്ച് 10-നാണ് സൗദിക്ക് തിരിച്ചുപോയത്. പിന്നീടാണ് അസുഖബാധിതനായതെന്നാണ് അധികൃതർ വെളിപ്പെടുത്തിയത്. എന്നാൽ തന്നെ മരണവാർത്ത കുടുംബത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തി. ഒരു നോക്ക് കാണുവാൻ പോലുമാകാതെ അന്ത്യയാത്ര എന്നത് പ്രവാസികളും ഏറെ വേദനയോടെയാണ് ഉൾക്കൊണ്ടത്. അതോടൊപ്പം തന്നെ കടുത്ത പനിയെ തുടർന്ന് 2 ദിവസം മുമ്പാണ് ഷബ്നാസിനെ മദീനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മൃതദേഹം പ്രോട്ടോകോൾ പ്രകാരം സൗദിയിൽ തന്നെ സംസ്കരിക്കുന്നതായിരിക്കും. ആയതിനാൽ ഇതിനായി ഭാര്യയുടെ സമ്മതപത്രം സൗദി അധികൃതർ അയക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.